1995 ചന്ദ്രഹാസം കമ്പനി ആദ്യമായി ഒരു വാഹനം സ്വന്തമാക്കുന്നത്. വാഹനം വാങ്ങിയെന്നറിഞ്ഞപ്പോൾ പലരും എന്നെ പരിഹസിച്ചു. കമ്പനി പുഷ്ടിപ്പെട്ടിട്ട് പോരെ ഒരു വാഹനം സ്വന്തമാക്കുന്നത് എന്നായിരുന്നു പലരുടെയും പരിഹാസ ചോദ്യം. പക്ഷേ ബിസിനസ്സിലെ ട്രിക്ക് അറിയാൻ വയ്യാത്ത അവർക്കുണ്ടോ എന്തെങ്കിലും മനസ്സിലാവുന്നു. സത്യം ഇതാണ്, ഒരു വാഹനം സ്വന്തമായി ഉണ്ടെങ്കിൽ അത് കമ്പനിക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം കടകളിൽ എത്തിക്കുവാനും അവിടെ നിന്നും അത് ജനങ്ങളിൽ എത്തിക്കുവാനും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കും എന്നതാണ് സന്തോഷകരമായ വസ്തുത. ഇങ്ങനെ സ്പീഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ സുഭാഷ് പണിക്കർ പോലെ എഴുതാൻ പറ്റൂല. സുഭാഷ് പണിക്കരാര്? അതല്ല എഴുത്തേ, നല്ല സ്പീഡായിട്ട് എഴുതും. അല്ല കൊച്ചമ്മ, ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്? എടാ, ഇതൊരു ലേഖനമാ. ഞാനേ ഈ ബിസിനസ് കോളേജിൽ ഇടാനായിട്ട് കൊടുക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കുന്ന ഒരു ലേഖനമാണ്. എന്തിനാണ് ഈ ലേഖനം? എന്തിനാണ്? ഇത് വായിക്കുന്ന പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്ന സകല ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാടാ. കൈതേ, ഇതിന് എന്താ ഇക്കിളും അങ്ങനെ എന്തോ കൊച്ചമ്മ പറഞ്ഞല്ല? ഇക്കിളോ? യോ, ആർട്ടിക്കിൾ, ലേഖനം. ഇക്കിള് മറ്റേ ഇക്കിളല്ല. അല്ല കൊച്ചമ്മ, ഈ പഴങ്കഥയൊക്കെ ആൾക്കാരെ ധരിപ്പിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ല, ഈ പഴങ്കഥയൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് അത് വായിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോന്ന്? എടാ, ഒരു ബിസിനസ്സുകാരി ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ എഴുതുമ്പോൾ അത് തുടങ്ങാനിരിക്കുന്നവരും മനസ്സിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഇത് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ ഇത് എന്ന് തോന്നും. അങ്ങനെയാണ് അവരും പഠിക്കുന്നത് പലതും. അങ്ങനെ തുടങ്ങി ഞാനും ഒരു ആർട്ടിക്കിള് എഴുതാം. ആർട്ടിക്കിള്, അതായത് ഞാൻ സർവോപരി ഒരു കവിയാണ്, പാചകക്കാരനാണ്, പാട്ടുകാരനാണ്, എല്ലാം തികഞ്ഞ ഒരാളല്ലേ. അപ്പൊ എനിക്ക് ഇതുപോലെ 10 ആൾക്കാർ അറിയണ്ടേ? ഇതേ, നീ ഇങ്ങനെ സർവജ്ഞപീഠം കയറിയവരാണെന്ന് നീ തന്നെത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജനം സമ്മതിക്കണം. മനസ്സിലായ? അതാണ് അതിന്റെ കാര്യം. നീ എഴുതിയൊന്ന് വായിച്ചേ. ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാനൊന്ന് നോക്കട്ടെ. മൊത്തം തെറ്റാണെങ്കിലോ ആർക്കറിയാം. 1905 ചന്ദ്രവാഹനം സ്വന്തമാക്കി. 1905 ചന്ദ്രവാഹനം സ്വന്തമാക്കിയെന്ന് ആര്? അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ നിന്നെയൊക്കെ എഴുതാൻ വിളിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. എടാ, ഒരു ചുക്ക് നീ ചെയ്യണ്ട. നീ എനിക്ക് എഴുതി തരണ്ട. നീ പോയി വല്ലതും കഴിക്കാനുണ്ടാക്കുവോ? പതുക്കെ പറഞ്ഞാ ഞാൻ എഴുതി തരാം കൊച്ചമ്മ. വേണ്ട, പതുക്കണ്ട. എഴുതിയെടുത്തോളം. പിന്നെ എന്തോന്നാ എഴുതിയത്? ട്രീക്കോ? അല്ല, ട്രിക്ക് എന്ന് പറഞ്ഞത് എഴുതിയത്. ട്രിക്ക് എന്ന് എപ്പോ പറഞ്ഞു? ഞാൻ ട്രിക്ക് എന്ന് പറഞ്ഞില്ലേ? കേട്ടതല്ലോ സ്വാമി. അയ്യോ, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞായിരിക്കും ട്രിക്ക് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. സ്പീഡിലായോണ്ടാണ് കൊച്ചമ്മ. ഈശ്വര, എന്റെ ഒരു തലയിലെഴുത്ത് നോക്കണേ. ചുമ്മാതെ ഞാനങ്ങ് 4 വാചകം എഴുതിയാൽ മതിയായിരുന്നു. പോയ വല്ലതും തിന്നാനുണ്ടാക്കടാ. പക്ഷെ ഭക്ഷണം കഴിക്കട്ടെ. അല്ല, തിന്നാൻ ഇനി ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ കൊച്ചമ്മ. അതെന്താ ഉണ്ടാക്കാത്തെ? അല്ല, ചൂടുവെള്ളം കൊണ്ടുവന്നപ്പോഴാണ് കൊച്ചമ്മ പറഞ്ഞ് എഴുതെന്ന് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യൂ, കൂടുതൽ ഉപദ്രവിക്കാതെ നീ ഒന്ന് പോയി വല്ലതും കഴിക്കാനുണ്ടാക്ക്. ഇനി നീ എനിക്ക് എഴുതാനെന്നും പറഞ്ഞ് വരല്ലേ. ഞാൻ തന്നെത്താൻ എഴുതിക്കോളാം. എനിക്ക് ആരുടെ സഹായം വേണ്ട. അതൊക്കെ പറഞ്ഞു ഞാൻ എഴുതിയേനെ കൊച്ചമ്മ. എഴുതിയ എഴുത്തിന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ. പക്ഷെ ട്രിക്ക് എത്തി നോക്കിയെന്ന്. ട്രിക്ക് എങ്ങോട്ട് എത്തി നോക്കിയെന്ന് എന്തോ അറിഞ്ഞൂടാ. പോയാകട്ടെ, പോയി ഭക്ഷണം ഉണ്ടാക്ക്. ചന്ദ്രവാഹനം ട്രിക്ക് എത്തി നോക്കി. 1905. എന്റെ ദൈവമേ, ഇതൊക്കെ എന്തോന്ന് ജന്മമോ എന്തോ. എന്നിട്ട് സകലകലാ വല്ലഭനാണെന്ന്. ഈശ്വരാ, ഞാൻ തന്നെ എഴുതിക്കോളാം. ആരും സഹായിക്കണ്ട. അതാണ് നല്ലത്. വെട്ടിക്കളയട്ടത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.